എന്തുകൊണ്ടാകാം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്ത സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്? അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളവരുണ്ട്, ജോലിക്ക് വേണ്ടി പോയിട്ടുള്ളവരുണ്ട്. സോ അവരുടെ കുറച്ച് ഫ്രണ്ട്സിനോടത്തും ചോദിച്ചിട്ട് അവരെല്ലാം പറഞ്ഞ ഉത്തരത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ആളുകൾ പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളതിൽ അവർക്ക് ഫോറിൻ കൺട്രീസിൽ PG ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോയിട്ടുള്ളവരുണ്ട്. പിന്നെ കല്യാണത്തിനെയൊക്കെ പേടിച്ച് പോയിട്ടുള്ളവരുമുണ്ട്. ചില കാരണങ്ങൾ പക്ഷേ ഇതുപോലത്തെ ഉള്ളതല്ല, ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിക് സാലറിയാണ്. അതായത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു സാലറിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ചില ജോബുകൾക്ക് മിനിമം ഇത്ര സാലറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ത്യയിലില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രഷറായിട്ടൊരു ഒരാൾ ഡിഗ്രി ഓർ എന്ത് പഠിച്ചിട്ടായിക്കോട്ടെ, ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ പോലും ഇതിനകത്ത് ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ പഠിക്കുന്ന ആളുകളും എൻജിനീയറിങ്, ഇത് കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ട് ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഇത് പഠിക്കാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏകദേശം 5 മുതൽ 6 വർഷം വരെ പഠിക്കണം. പിന്നെ അതിന് അവർ ഫീസ് കൊടുത്താണ് പഠിക്കുന്നതെങ്കിൽ അതിന് കമ്പാരിറ്റീവ്ലി നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ആവുന്നതുമാണ്. ബാക്കിയുള്ള ഇത് കുറവാണെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റിപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് പഠിക്കുന്നത് പോലെയല്ലല്ലോ ഒരു 6-7 വർഷം പഠിക്കുന്ന അവർക്കാണെങ്കിൽ പോലും ഒരു ഫ്രഷറായിട്ട് വന്നിട്ടൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു എൻജിനീയർ വന്നിട്ടൊരു കമ്പനിയിലോ കയറുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് ഭയങ്കരമായ കുറവുള്ള സാലറി ആയിരിക്കും. ഈ സെയിം കാര്യം മറ്റൊരു രാജ്യത്താണ് ചെല്ലുന്നതെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് കഴിഞ്ഞ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഈവൻ അവിടെ വലിയ എന്താ പറയുക, ജീവിക്കാനുള്ള എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ പോലും അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് കമ്പാരിറ്റീവ്ലി ഇവിടുന്ന് ഒരു ഫ്രഷർ ഇറങ്ങി ഒരു 3 വർഷം മിനിമം അവരൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ അവർ കയറിയിട്ടൊരു ഫസ്റ്റ് 3 years നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി സെയിം ഫ്രഷറായിട്ട് അവിടെ പോയിട്ട് 3 വർഷം അവരുടെ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള സാലറി കമ്പാരിസൺ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. സോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് സമയമാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതൊരു വലിയ റീസണാണ്. എല്ലാവരും പറഞ്ഞത് മിനിമം സാലറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ പറയണം. ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നമാണ്. ഈവൻ നമ്മുടെ വലിയ സിറ്റീസിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാകാം ഈ ഒരു സാലറി ഒരാൾ ഡിമാൻഡ് ചെയ്താൽ പോലും അത് കൊടുക്കില്ല, ഇത്രേ തരാൻ പറ്റൂ എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട് ഇവിടെ. ഇങ്ങനത്തെ രീതിയിൽ പറയുന്ന ഉണ്ട്. അതൊരു വലിയ കാരണമാണ്. ബേസിക് സാലറി ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. പിന്നീട് പറയേണ്ടതെന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബുകൾ എനിക്കറിയില്ല ഇന്ത്യയിൽ എത്രത്തോളം പാർട്ട് ടൈം ജോബുകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇപ്പം ഞാനൊരു ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിനെ വേണമെങ്കിൽ ഒരു പാർട്ട് ടൈം എന്ന് കൺസിഡറേഷൻ കിട്ടുന്നത്. മെയിൻ ജോബ് ഉണ്ടെങ്കിൽ പോലും പാർട്ട് ടൈം പോലെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീലാൻസ്. പക്ഷേ എല്ലാ വർക്കിനും അങ്ങനൊരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ പുറം രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ പാർട്ട് ടൈമിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അവിടെ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര ഒരു എമൗണ്ട് കിട്ടും. ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടതാണ്, നമ്മളെല്ലാവരും പറയുന്നതാണ്, നമ്മുടെ കുട്ടികൾ ഇവിടെ ചില ജോലികൾ ചെയ്യില്ല. ഇത് വേറൊരു രാജ്യത്താണെങ്കിൽ അവിടെ പോയി അവർ എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി തയ്യാറാവും. അത് പറയുമ്പോൾ നമ്മൾ എടുത്ത് വെക്കേണ്ട മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാർട്ട് ടൈം ജോബുകളാണ്. ഇപ്പോൾ ഒരാൾ പാത്രം കഴുകുന്നത്, ഇവിടെ ഒരു ഹോട്ടലിൽ പോയി ഇതൊരു മോശം ജോലിയായിട്ട് ഞാൻ പറയുന്നില്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടാത്ത ഒരു ജോബ് എന്നൊരു രീതിയിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ പാത്രം കഴുകുന്ന ഒരു മോശം ജോലിയാണെന്നല്ല. ഒരാൾ ഇവിടെ ജോലി ചെയ്യില്ല. ഇപ്പം എന്നോട് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി പാത്രം കഴുകാൻ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല. പക്ഷേ ഇതേ കാര്യം എനിക്ക് UK വെച്ചിട്ട് എനിക്കൊരു ഹോട്ടലിൽ ഞാൻ കയറിയിട്ട് പാത്രം കഴുകുന്ന ജോലി ഞാൻ ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ജോബിൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല. അത് നമ്മുടെ സമൂഹം നമുക്ക് ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രത്യേക റെസ്പെക്റ്റും ഒരു കൺസിഡറേഷനും ഈ ജോബ് ചെയ്യുന്നവർക്ക് അത് നമ്മുടെ ഇവിടെ സൊസൈറ്റിയിലുണ്ട്. അതിപ്പോൾ എന്ന് മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യം മറ്റ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ റെസ്പെക്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ഞാൻ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു എമൗണ്ട് കിട്ടുന്നു. പാർട്ട് ടൈമിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു എമൗണ്ട് കിട്ടുന്നു. ഈ സെയിം കാര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പാർട്ട് ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഇനിഷ്യേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മെയിൻ ജോബ് ചെയ്യുന്ന ആളുടെ അത്രയും പൈസ കൊടുക്കാതെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സാലറി എങ്ങനെ കുറയ്ക്കാം എന്നൊരു കൺസിഡറേഷൻ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഈവൻ ഒരു പാർട്ട് ടൈം പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ
അതിൻ്റെ ഒരു വന്ന വഴി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ സമയത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവൻ 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അവൻ ഈ ഒരു എമൗണ്ടിന് എലിജിബിളാണ്, ഈ ഒരു എമൗണ്ട് അവന് കൊടുക്കണം എന്നൊരു കൺസിഡറേഷൻ അവിടെ ഉണ്ട്. അത് പക്ഷേ ഇവിടെ ഇല്ലാതാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു കാരണമാണ് എല്ലാവരും പാർട്ട് ടൈമിനെ പറ്റിയും പാർട്ട് ടൈം ജോബ് എന്നൊരു കൺസിഡറേഷൻ എല്ലാവരും പറഞ്ഞു. ഇനിയും ഞാൻ അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഏകദേശം UAE എന്നോടൊപ്പം എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 10 വർഷത്തോളം എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ഓൾമോസ്റ്റ് 10 വർഷത്തിന് മുകളിലായി UAE വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുമോ ഇനിയും, അല്ലെങ്കിൽ UAE കണ്ടിന്യൂ ചെയ്യാനാണോ ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അത് അവിടെ ജീവിച്ച എന്നൊരു കൺസെപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം കേൾക്കാം. സാധാരണ മലയാളിയെ പോലെ കുടുംബത്തിലെ നിരവധി പേര് പ്രവാസ ജീവിതം നയിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റേതും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നേരിൽ കണ്ടതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രവാസിയാകാനില്ല എന്നൊരു നിശ്ചയമെടുത്ത ഒരാളായിരുന്നു ഞാൻ. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും 2012 ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഇന്ന് 13 വർഷമാണ് പ്രവാസ ജീവിതത്തിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നാട്ടിലേക്ക് പോകണോ അല്ല UAE തന്നെ നിൽക്കണോ എന്നുള്ള ചോദ്യം ആരെങ്കിലും എന്നോട് ചോദിക്കുവാണെങ്കിൽ പല കാരണങ്ങളും കൊണ്ട് ഞാൻ പറയും എനിക്ക് UAE തന്നെ താമസിക്കാനാണ് വളരെയധികം താല്പര്യമെന്ന്. നാട്ടിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വന്നാൽ ആ ഒരു സാഹചര്യം നമ്മുടെ രാജ്യമല്ലാത്തത് കൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു പോകേണ്ടതാണ്. എന്നാലും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് UAE തന്നെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇവിടുത്തെ സുരക്ഷിതത്വമാണ് ആദ്യത്തെ ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതേ സമയത്ത് ഈ ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുരക്ഷിതത്വം, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുന്ന ഒരുപാട് അതോറിറ്റികൾ, അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷ നൽകുന്ന അതോറിറ്റികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി ഏത് പാതിരാത്രിക്ക് വേണ്ടിയിട്ടും ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് ജീവിച്ച എല്ലാവർക്കും അത് മനസ്സിലാവും എന്താണ് നമ്മുടെ നാടും ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഞാനിവിടെ പറയുന്നത്. നമുക്കൊരു സർവീസ് വേണം, അത് ജെന്യൂനാണ്, നമ്മുടെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട്. ഒരിക്കലും ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടതോ അല്ലെങ്കിൽ അവിടെ നമുക്ക് കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ നേടേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക സർവീസുകളും ഡിജിറ്റലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം സുതാര്യവുമാണ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഉണ്ടായാൽ തന്നെ അതിലുള്ള ഒരുപാട് നിയമപ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിലുള്ള കുറേ ലൂപ്പ് ഹോളുകളൊക്കെ കണ്ടെത്തി കൈക്കൂലി എങ്ങനെ വാങ്ങിക്കാം, എങ്ങനെ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നാടും UAEയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കൊരു പെട്ടെന്ന് ഒരു സാധനം പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങളും ഒരു ഹോസ്പിറ്റൽ സർവീസ് അങ്ങനെ തുടങ്ങി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്നുള്ള ആക്സസ് ആണ് ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി കുറേ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന പരിപാടികളോ നൂലാമാലകളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി മെട്രോ ഉണ്ട്, ട്രാം ഉണ്ട്, നിരവധി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെഹിക്കിൾസ് ഉണ്ട്. അത് പോകാനുള്ള ഒരുപാട് നല്ല നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇവിടെയുണ്ട്. ഏകദേശം എനിക്ക് ഇവിടുന്ന് അബുദാബിയിലേക്ക് ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകണമെങ്കിൽ 200 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ആ 200 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിട്ട് ഒരു 90 മിനിറ്റ് മതിയാകും ഇതൊന്ന് കവർ ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഏകദേശം 100-ലധികം രാജ്യങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായ ഇടപെടലുകൾ ഇവിടെ ആരും നടത്താറില്ല. നമ്മുടെ നാട്ടിലെ പലപ്പോഴും പേടിപ്പെടുന്ന ഒരു കാര്യം, എന്തുണ്ടായാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വേറെ ആൾ വന്ന് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. മൂന്നാമതൊരാൾ വന്ന് അഭിപ്രായം പറഞ്ഞാൽ അവിടെ വേറൊരു പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ അത് വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയും. അവസാനത്തെ 13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിൽ നിൽക്കുന്ന കാലങ്ങളിൽ ഉറപ്പായിട്ടും നമ്മളൊരു ചെറിയൊരു വണ്ടി ആക്സിഡൻ്റ് ആയോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളുണ്ടായാൽ തന്നെ നാട്ടുകാർ ഓടി വരിക, സഹായിക്കുന്ന കാര്യത്തിലല്ല, പക്ഷേ നാട്ടുകാർ ഓടി വരിക, പലരുടെയും സൈഡ് പിടിക്കുക, എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഒരു വല്ലാത്തൊരു ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഭയപ്പെടുത്തുന്ന രീതിയും കൂടിയാണ്. ആൾക്കൂട്ടത്തിന് ഒരിക്കലും ബുദ്ധിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ സമയത്ത് അവരെന്താണോ ചെയ്യുന്നത്, അവരെന്താണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. അതൊരു പേടിപ്പെടുന്ന കാര്യം തന്നെയാണ്. അതും UAEയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് സുരക്ഷിതത്വം തോന്നുന്ന രാജ്യമാണ് UAE. എനിക്കൊരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഒരു ട്രാഫിക് നിയമലംഘനം നടത്തണമെന്ന്
തോന്നുവാണെങ്കിൽ കൂടി നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കുമെന്നുള്ള ശക്തമായ പേടി ഓരോരുത്തരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ ഓരോരുത്തരും ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അക്രമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ പൗരനെന്നോ അല്ലെങ്കിൽ എക്സ്പാറ്റ്സ് എന്നോ വേർതിരിവില്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും നല്ല നിയമ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് UAE-യെക്കുറിച്ച് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നല്ലൊരു ഭരണ സംവിധാനവും ആ ഒരു നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും അതിലൊരു നൂലാമാലകളൊക്കെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നാടും ഇതുപോലെ തന്നെ വികസിക്കണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സുരക്ഷിതത്തോടു കൂടി അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ ഫെസിലിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഒരിക്കലും തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. പക്ഷെ നാട്ടിലെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പുറം രാജ്യങ്ങളിലോ അല്ല പുറം ഏരിയകളിൽ പോയാൽ മാത്രമേ നമ്മളെ പോരായ്മകൾ മനസ്സിലാക്കാൻ പറ്റൂ. സോ ഇതുപോലെ നമ്മൾ മറ്റു രാജ്യത്ത് വർക്ക് ചെയ്ത ആളുകളുടെ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാ ആൾക്കാർക്കും എല്ലാ രാജ്യവും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഭയങ്കര ഇതായിട്ടുള്ള കൺട്രീസ് ആണ് എല്ലാം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാ രാജ്യങ്ങൾക്കും ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു രാജ്യത്ത് നിന്നിട്ട് വേറെ രാജ്യത്ത് പോയി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ രാജ്യത്തിനേക്കാൾ നല്ലതായിട്ട് ഫീൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു വലിയ അതെന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ബേസിക് നീഡ്സ് എല്ലാം ആളുകൾക്ക് കിട്ടുന്നു. അതോടൊപ്പം ഇതെൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്, ഈ രാജ്യത്ത് നിൽക്കുന്നേക്കാൾ നല്ലത്, നമ്മുടെ ഭാവിക്ക് നല്ലത് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നോ എന്നുള്ള തോന്നൽ ആളുകളിൽ വരാതിരിക്കുന്നതും വികസനത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും അങ്ങനൊരു തോന്നൽ ആൾക്കാർക്ക് വരുമ്പോൾ അവർ ഇവിടെ ബേസിക് കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവർ പെട്ടെന്ന് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹോട്ടലുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഏജൻസികളും അല്ലെങ്കിൽ IELTS ക്ലാസ്സസ്, അത് മറ്റു രാജ്യങ്ങളിലെ ഭാഷകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ഒരു സമയമാണിത്. ഒരുപാട് ഉണ്ട്. കാര്യം വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് മറ്റു രാജ്യത്ത് പോയി പഠിക്കണമെന്നും അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള കൺസെപ്റ്റ് അതിന് ശേഷം അവർ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഓക്കെ. പക്ഷേ അത് അങ്ങനല്ല എപ്പോഴും നടക്കുന്നത്. അവിടെ പോകുമ്പോൾ അവർക്ക് അവിടുത്തെ രാജ്യത്തിനോട് അവർക്കൊരു ഇഷ്ടം വരും ഓട്ടോമാറ്റിക്. ഇപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി സിറാജ് ബ്രോ പറഞ്ഞതുപോലെ അവിടുത്തെ രാജ്യത്തിനോട് നമുക്കൊരു സ്നേഹം ഓട്ടോമാറ്റിക്കലി വന്നു കഴിയുമ്പോൾ അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല സാലറി ഉണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വേറെ രാജ്യത്തെ ഒരു പേഴ്സണായിട്ട് അവരെ കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ വെറുതെ അത് ഉപേക്ഷിച്ചിട്ട് സ്വന്തം രാജ്യത്തേക്ക് വരണം. അത്ര സ്നേഹമൊന്നും എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. സോ ഈ ഒരു തോന്നൽ ആളുകളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ വരണം എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ അത് സാലറി എന്നുള്ള കൺസെപ്റ്റ് അത് എന്തുകൊണ്ടാകാൻ വരാത്തെന്നുള്ളത് അത് വലിയൊരു ഡിബേറ്റബിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാകാം ഒരു ബേസിക് സാലറി സിസ്റ്റം ഇവിടെ വരാത്തത്, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? ഇപ്പോൾ മറ്റു രാജ്യത്ത് പോയി ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും അവർക്ക് സ്വന്തം രാജ്യത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇവിടെ തന്നെ സെല്ലാണോന്നായിരിക്കും മോസ്റ്റ്ലി ഉള്ള എല്ലാവരുടെയും ഒരാഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനൊരു തോന്നലോ അങ്ങനൊരു സിറ്റുവേഷനോ ഇവിടെ ഇല്ലെങ്കിൽ അവർ ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ലൈഫിനകത്തുനിന്ന് ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അതിനേക്കാൾ ഒരു വേസ്റ്റ് സിനാരിയിലോട്ട് ഒരിക്കലും പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നോടൊപ്പം ഞാൻ ആക്ച്വലി ഈ ടോപ്പിക് എടുത്ത സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി ഇതുപോലെ വർക്ക് ചെയ്യാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ ഒരു ഇതിൽ ഞാൻ ഓർത്ത് മോസ്റ്റ്ലി എല്ലാവർക്കും പുറം രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യണമെന്നായിരിക്കും അല്ലെങ്കിൽ അവിടെ സെല്ലാണോന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. മോസ്റ്റ്ലി എല്ലാവർക്കും സ്വന്തം രാജ്യത്ത് തന്നെ സെല്ല് ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, ഞാൻ ആക്ച്വലി അത് എക്സ്പെക്റ്റ് ചെയ്തതല്ല. അങ്ങനെ ഒരു പോൾ ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് കൂടുതൽ ആൾക്കാർക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നലുള്ള ആളുകളാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരുപാട് ആളുകൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി സെല്ല് ചെയ്യുന്നതൊക്കെ നല്ലത് നമുക്ക് ഈ പറയുന്ന സാധനം അവിടെ ഉള്ള എന്താണോ ലൈഫ് അത് തന്നെ ഇന്ത്യയിൽ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം UK അല്ലെങ്കിൽ UAE അങ്ങനെയുള്ള രാജ്യങ്ങളിലെ പോലുള്ള വികസനങ്ങളൊക്കെ ഇത്ര ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. അത്
ലിറ്ററലി ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നടക്കില്ല. അത് ഡെഫിനറ്റ്ലി അത് കറക്റ്റാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ പോലെ ബേസിക് സാലറി സിസ്റ്റം, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബുകൾ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ ഇല്ല എന്നൊന്നും ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എന്താണെന്നുള്ളത് അവർക്ക് കുറച്ച് നാൾ വർക്ക് ചെയ്താൽ പോലും അവർക്ക് വേണ്ട ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടുകയാണെങ്കിൽ ഒരാൾക്കും വേറെ രാജ്യത്ത് പോയി വർക്ക് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാവില്ല. സോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ എന്നോട് സംസാരിച്ച എല്ലാ ആളുകൾക്കും അവർക്കും തിരിച്ച് നാട്ടിൽ വന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ കറണ്ടിലുള്ള ഇതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ അവരിപ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി ശതമാനം കിട്ടുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചു വരണമെന്നുള്ള കാര്യമൊക്കെ തോന്നുന്നത്. സോ നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് അതും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റ് ചേഞ്ചസ് എന്തെങ്കിലും ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ജോബ് സെക്ടറിലെങ്കിലും എന്തൊക്കെ ചേഞ്ചസ് വരണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. സോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേർ മറ്റ് രാജ്യങ്ങളിൽ പോയി അല്ലെങ്കിൽ വേണ്ട എനിക്ക് അവിടുത്തെ ജോലി വേണ്ട എനിക്ക് ഇന്ത്യ തന്നെ മതിയെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കമൻറ്റ് ചെയ്യുക.